അപ്പൊ മക്കളെ എല്ലാരും ചോദിച്ചീമക്കൂടെ ചോദിച്ചാണ് എങ്ങനെയാണ് ഈ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യല്, അതിൽ രജിസ്റ്റർ ചെയ്താലുള്ള ഉപകാരത്താണ്, അത് എത്താണ് എവിടെയാണ് കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങളാണ് ഇന്ന് പാത്തു വീഡിയോയിൽ പറഞ്ഞത് കേട്ടാ. അപ്പൊ ശ്രദ്ധിച്ച് കേട്ട് കാര്യങ്ങളൊക്കെ ഇതേമാതിരി ചെയ്തോളി. എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്തോൾക്കൊക്കെ ഇതേപോലെ ഒരു ID കാർഡ് ഉണ്ടാവും. ഞാനേ 2018 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കജ്ജിലുണ്ട് ഈ ID കാർഡ് എന്ന് പറഞ്ഞ സംഭവം. പരീക്ഷ ഒന്നും എഴുതാതെ കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ ഒരു ജോലി കിട്ടിയാലേ അത്ര വലിയ സന്തോഷം ഉണ്ടാലേ. എന്നാ ആ പരിപാടി തന്നെയാണ് ഈ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്താൽ കിട്ടലിട്ടാ. അപ്പോ 14 വയസ്സ് തികഞ്ഞ ആർക്കും ഇതിന് അപേക്ഷ കൊടുക്കാൻ പറ്റും. 1ാം ക്ലാസ് പഠിച്ചാലും 4ാം ക്ലാസ് പഠിച്ചാലും 7ാം ക്ലാസ് പഠിച്ചാലും ഇനി 10ാം ക്ലാസ് തോറ്റാലും വേണ്ടില്ല, എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓരോ താലൂക്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസ് ഉണ്ട്. അതായത് ഈ പാത്തൂന്റെ താലൂക്ക് എന്ന് പറയുന്നത് തിരൂരങ്ങാടി താലൂക്കാണ്. അപ്പൊ അതേപോലെ ഇങ്ങക്കുണ്ടാവും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസ്. 10ാം ക്ലാസ് ജയിച്ചോലെ +2 ഡിഗ്രി അങ്ങനെ കുറെ അങ്ങോട്ട് പഠിച്ചു പോയോലൊക്കെ ഉണ്ടാവും. ഓലോടും കൂടിയാണ് പറഞ്ഞത്. എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് താൽക്കാലികമായിട്ട് ജോലിയും കിട്ടും, അല്ലാഞ്ഞാൽ സ്ഥിരമായിട്ടും ജോലി കിട്ടും. അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, പരീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ്. നിങ്ങളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഈ കാര്യം ഒരു ജോലിക്ക് വിളിച്ചല്. പിന്നെ ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരട്ടാ. എന്താന്ന് വെച്ചാല് ഡിഗ്രി കഴിഞ്ഞോലും 10ാം ക്ലാസ് കഴിഞ്ഞോലൊക്കെ അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കണം, ഒരു പണി ഇല്ലാതെ. അപ്പൊ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജോലി ഉണ്ടാന്ന് അറിയണമെങ്കിൽ നമ്മളെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ ഓല് ജോബ് ഫെയറും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കും. നിങ്ങൾ അതിൽ പങ്കെടുക്കുക. നിങ്ങളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലിക്കാരം ഓല് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരിക. പിന്നെ പറയാനുള്ളത് 10ാം ക്ലാസ് പാസ്സായിക്കണു, ഒരു ജോലിയും കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മാസം 120 രൂപ തൊഴിലില്ലാ വേതനം കൊടുക്കുന്നുണ്ട്. അതിന് വേണം എംപ്ലോയ്മെന്റിൽ രജിസ്ട്രേഷൻ ചെയ്യാം. തൊഴിലില്ലാ വേതനം അങ്ങനെ മണ്ടി ചെന്നാലൊന്നും കിട്ടൂല. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വർഷത്തിൽ 12,000 മേലെ വരുമാനം ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഞങ്ങൾ ജോലിയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കല് പഞ്ചായത്ത് തലത്തിലുള്ള ആളുകളേക്കാരം. ജോലി ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നുണ പറഞ്ഞിട്ട് ഇതിന് അപേക്ഷ കൊടുക്കാൻ പറ്റൂല. പിന്നെ ഒരു കാര്യം, ഈ ജോലി കിട്ടാൻ സാധ്യത കൂടുതൽ ആർക്കാണെന്നൊരു സംശയം ഉണ്ടാവും. ഒരു സംശയം വേണ്ട, സീനിയോറിറ്റി കൂടുതലുള്ളവർക്കാണ് ജോലി കിട്ടാൻ ചാൻസ് കൂടുതൽ. അപ്പൊ മക്കളെ, ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമുള്ള രേഖകള് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഒരു ഫോട്ടോ, ഒരു വൈറ്റ് പേപ്പറിൽ ഒരു സൈന്, പിന്നെ മൊബൈൽ നമ്പർ, Gmail ID. ഈ രേഖകളാണ് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടത്. ഈ പാത്തുവിന്റെ കൈ കൊണ്ട് തന്നെ അപേക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, എന്റെ ബാക്കിലാക്കണോ മൊബൈൽ നമ്പർ, ആ നമ്പർക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. ഒരിക്കലും നിങ്ങൾ വാട്സപ്പിൽ ഫോം വിളിക്കുക ഒന്നും ചെയ്യരുത്. കാരണം ഈ പാത്ത് ഓൺലൈൻ സെന്ററിൽ വർക്ക് ചെയ്യണതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള CSE കോമൺ സർവീസ് സെന്റർ എന്നുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഫുൾ ടൈം ബിസി ആയതുകൊണ്ടാണ് ഫോം വിളിക്കരുത് എന്ന് പറഞ്ഞത്. നിങ്ങൾ വാട്സപ്പിൽ അയച്ചാൽ മതി. എന്തെല്ലാം രേഖകൾ വേണമെന്നുള്ളതും ഇനി സംശയമുള്ളതൊക്കെ ഞാൻ വാട്സപ്പിൽ തിരിച്ച് മെസ്സേജ് തരുന്നുണ്ട്.